ഗൈസ് വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഫൈനലി ഗൈസ് നമ്മളങ്ങനെ വീണ്ടും ഗൈസ് ഒരു പുതിയൊരു കിഡിലെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D വെബ് സീരീസ് വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണേന്ന് വെച്ചാൽ ഓക്കെ അപ്പോൾ കഴിഞ്ഞ വീഡിയോകളൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും. ഓക്കെ, ഇന്നലെ നമ്മളെന്തായാലും ഒരു വീഡിയോ ഇട്ടിരുന്നു, അതെന്തായാലും നോർമലായിട്ടുള്ള സ്റ്റോറി വീഡിയോകളൊക്കെയാണ്. ഓക്കെ, ഇത് നമ്മുടെ വെബ് സീരീസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ അവസാനമായിട്ട് നമ്മളിട്ട പാർട്ടിലും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഷിൻചാനും കേരളമൊക്കെ എന്നാലും ഫൈനലി എന്തായാലും നമ്മുടെ ഇന്ത്യയിലോട്ട് കേരളമൊക്കെ എന്നാലും വന്നിട്ട് എന്നാലും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി മുതലുള്ള നമ്മുടെ ഈ ഒരു ചാനലിനി ഫുൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D വീഡിയോസും ബാക്കിയുള്ള വീഡിയോസിലൊക്കെ നമ്മുടെ ഷിൻചാനും കേരളമൊക്കെ എന്നാലും ഉറപ്പായിട്ട് എന്തായാലും ഉണ്ടാവുന്നതാണ്. എൻ്റെ മോനെ വേറെ ലെവലാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കണത്. ഓക്കെ, അപ്പോൾ അവസാനത്തെ വീഡിയോയിൽ ഞങ്ങളൊക്കെ നമ്മുടെ ഷിൻചാനുകളൊക്കെ ഫൈനലി നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ നമ്മളെ ഷിൻചാനുകളൊക്കെ മുറിയിൽ കുറേ സാധനങ്ങളും ഞങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ ഗസ് ഞാനും ഷിൻചാനും കൂടെ ഇന്ന് എന്തായാലും ഒരു വലിയൊരു ട്രിപ്പ് കാര്യങ്ങളൊക്കെ എന്നാലും പോകാനായിട്ട് പ്ലാനിങ് കാര്യങ്ങളൊക്കെ എന്നാലും ചെയ്തേക്കുന്നത്. ട്രിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ജുറാസി പാർക്കിലൊരു ട്രിപ്പ് പോകാനാണ് ഞാൻ ഷിൻചാനും കൂടെ പ്ലാൻ ചെയ്തേക്കണത്. അതായത് കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് എന്തായാലും നിൽക്കുകയാണ്. ഓക്കെ, ഞാനും അവനെന്തായാലും പോകുന്നതാണ്. ഓക്കെ, അവൻ ഇന്നലെ പറഞ്ഞിട്ട് എന്തായാലും ഉണ്ടായിരുന്നു ജുറാസി പാർക്കിൽ പോകണമെന്ന്. ഓക്കെ, ഇവിടെ നമ്മൾ ആവശ്യമുള്ള എല്ലാം എടുത്തിട്ടുണ്ട്, ഗൺസ് എല്ലാം എടുത്തിട്ടുണ്ട്. എപ്പോഴാണ് പണിയിട്ടെന്ന് അറിഞ്ഞൂടെ. ഫോണ് ഫുഡ് എല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കിയൊക്കെ കാറിലാണ്, ഞാൻ ഒരു ബാഗ് എടുത്ത് കൈ വെച്ചിട്ടുണ്ട്. ഓക്കെ, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എപ്പോഴാണ് പണിയിട്ടെന്ന് ആർക്കറിയാം. ഓക്കെ, വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ എന്തായാലും ഇല്ല കേസ്. ഓക്കെ, നമ്മുടെ ഷിൻചാനുകളെ കുറച്ച് സാധനങ്ങളും ഞങ്ങളൊക്കെ എന്തോ നോക്കിക്കണ്ട് എന്തായാലും ഇരിക്കുകയാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ ഷിൻചാനുകളൊക്കെ എന്തായാലും വരട്ടെ. എടാ ഷിൻചാനെ പെട്ടെന്ന് വാടാ. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞാൻ ഇതാ പെട്ടെന്ന് പറഞ്ഞു. എനിക്ക് വയ്യ, നമ്മൾ ആദ്യമായിട്ട് താണ്ട ജുറാസി പാർക്കിലൊക്കെ പോകണ്. ആദ്യമായിട്ടല്ലടാ, ഞാനും പോയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഞാൻ വരാം, ഒരു സെക്കൻഡേ. നീ വാ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അച്ഛൻ്റെ എല്ലാ ബൈക്കുകളും കാര്യങ്ങളൊക്കെ നമ്മളെന്തായാലും ഫുള്ളായിട്ട് സർവീസിന് കാര്യങ്ങളൊക്കെ എന്തായാലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് അച്ഛൻ്റെ ഒരു ബൈക്കും കാണാനില്ല. ഓക്കെ, ഒരു ബൈക്കുണ്ട്, ഹയാബൂസാണ്. അത് സർവീസ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഫസ്റ്റ് സർവീസ് ആയിട്ടില്ല. പിന്നെ അങ്കിളിൻ്റെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്, നമ്മുടെ മസ്താങ് ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ ഫോർച്യൂണറിലാണ് നമ്മളിന്ന് പോകാനായിട്ടാണ്. നമ്മുടെ നോർമൽ ഫോർച്യൂണറിലാണ് പോകാൻ വേണ്ടത്. ഓക്കെ, നമ്മുടെ ലെജൻഡർ ഉണ്ടായിരുന്നത് കൊള്ളായിരുന്നു, പക്ഷേ അത് പോലീസ് സ്റ്റേഷനിൽ കിടക്കുകയാണ്. ഓക്കെ, പിന്നെ അവിടെ GTR ഒക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലാവും നമ്മുടെ അച്ഛനുകളൊക്കെ നമ്മുടെ ഫെറാറി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ സ്കോർപ്പിയോ, കൊനിക്സാണ്, താറൊക്കെ കിടപ്പുണ്ട്. ഓക്കെ, സ്വിഫ്റ്റൊക്കെ ഇവിടെ കിടപ്പുണ്ട്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും നമ്മുടെ അച്ഛനുകളൊക്കെ നൈസായിട്ട് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഈ വണ്ടിയുടെ ബാറ്ററികളൊക്കെ അടിച്ച് പോയതുകൊണ്ടാണ്. ഓക്കെ, എന്നിട്ട് ഈ വണ്ടി ഫുള്ള് കൊടുത്ത് ശരിയാക്കി ഫുള്ള് പുതിയ ബാറ്ററിയൊക്കെ സെറ്റാക്കി വാങ്ങിച്ചിട്ട് വേറെ ലെവലാക്കിയിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, അങ്ങനെ ഫുള്ള് ഓക്കെ ആക്കി എന്തായാലും വെച്ചിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, നമ്മുടെ കാറിൽ നിന്ന് തിരിച്ച് ഗ്യാരേജ് കൊണ്ടിട്ട്. ഓക്കെ, അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമ്മുടെ ഷിൻചാനുകളൊക്കെ എന്തായാലും വരണവരെ എന്തായാലും വെയിറ്റ് ചെയ്യും. ഓക്കെ, എടാ ഷിൻചാനെ പെട്ടെന്നാടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് നമ്മുടെ ഷിൻചാനുകളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അവരാണ് എന്നെ രാവിലെ തന്നെ എന്തായാലും അതിരാവിലെ തന്നെ എണീറ്റ് ഫുള്ള് കുളിച്ച് വൃത്തിയായി. നമ്മളാണ് ഗൈസ് എന്തായാലും കുറച്ച് താമസിച്ചത്. ഓക്കെ, ഇന്നലെ തന്നെ ഞാൻ പ്ലാൻ ചെയ്ത് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, അത് മാത്രമല്ല നമ്മളിന്ന് വൈകിട്ട് വീട്ടിലൊന്നും വരത്തൊന്നുമില്ല, നമ്മളാണ് ഒരു വലിയൊരു റിസോർട്ടിലും കാര്യങ്ങളൊക്കെ എന്തായാലും ബുക്കും കാര്യങ്ങളൊക്കെ എന്തായാലും ചെയ്തിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, അവിടെയാണ് നമ്മളെന്തായാലും താമസിക്കാനായിട്ടാണ്. ഇന്ന് നമ്മൾ വീട്ടിലും കാര്യങ്ങളൊക്കെ തന്നെ വരത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷിൻചാനുകളൊക്കെ വണ്ടി കയറി അവിടെ സാധനങ്ങളൊക്കെ ഡിക്കിയിലെടുത്ത് വെക്കായിരുന്നു. ഓക്കെ, കയ്യിൽ സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഓക്കെ, ഫോണെല്ലാം സെറ്റാണ്. ഓക്കെ, എടാ ഷിൻചാനെ, അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് അങ്ങ് ഇറങ്ങിയാലേ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, പിന്നെ എന്താ, ഞാൻ എന്തായാലും നൈസോടെ വണ്ടി ഒന്ന് കുറച്ചുകൂടെ നീക്കിയിട്ട്. ഓക്കെ, സാധനങ്ങൾ കയറ്റാൻ പറ്റില്ല, വണ്ടി ചേർത്താണ് ഇട്ടിരുന്നത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ എന്നാൽ നമ്മുടെ ട്രിപ്പ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമല്ലേ എടാ ഷിൻചാനെ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, എനിക്ക് ഈ വണ്ടി നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടല്ലേ ഫ്രാങ്ക്ലിൻ ചേട്ടാ. എന്തോന്ന് അല്ലല്ല, അയ്യോ ഇതെന്താണ് സംഭവം. എൻ്റെ പൊന്ന് ഫ്രാങ്ക്ലിൻ ചേട്ടാ, വണ്ടിയൊക്കെ എടുക്കുക ഇച്ചിരി സൂക്ഷിച്ചൊക്കെ ഇട്, വണ്ടിയെ അടിച്ചൊരു പരിവാക്കിയല്ലോ. അതൊന്നും സാരമില്ലടേ ഷിൻചാനെ, നീ പിടിച്ചിരുന്നാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ നമ്മുടെ ട്രിപ്പുകളൊക്കെ സ്റ്റാർട്ടാക്കാം. ഓക്കെ, ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ഓർക്കണം. സത്യം പറഞ്ഞാൽ ഫ്രാങ്ക്ലിൻ ചേട്ടനും കാര്യങ്ങളൊക്കെ അല്ലേ ഇനിയൊരു ഫോർച്യൂണറും കൊണ്ടുണ്ടല്ലേ. അതെന്ന് വെച്ചാൽ ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡറാണ്. അതെനിക്കറിയാം ചേട്ടാ. അതെന്തോ ഒരു ആക്സിഡൻറ്റിൻ്റെ പേരിൽ പോലീസ് പിടിച്ചിട്ടിരിക്കുകയല്ലോ അന്ന് ഞാൻ എന്തോ പറഞ്ഞ ചേട്ടൻ്റെ കമ്പനിയിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയപ്പം. അതിനടാ ഷിൻചാനെ, പോലീസുകാരെ അത് പിടിച്ചിട്ടിരിക്കണം, അതെങ്ങനെയെങ്കിലും എനിക്ക് എടുക്കണം. അത് കുഴപ്പമില്ല, അത് നമുക്ക് എപ്പോഴായാലും എടുക്കാമല്ലോ. ഓക്കെ, നമുക്കെന്തായാലും ഈ വണ്ടി കൊണ്ട് എന്തായാലും കത്തിച്ചു വിടാം. ഓക്കെ,
നമുക്കപ്പോൾ നേരെ ഇനി ജുറാസി പാർക്കിലും കാര്യങ്ങളൊക്കെ എന്തായാലും എത്തിയിട്ട് എന്തായാലും കാണാം. ഓക്കെ ഓക്കെ ഗായ്സ്, അങ്ങനെ ഫൈനലി ഗൈസ് ഞാനും ഷിൻജാനും കൂടെ വണ്ടി ഓടിച്ച് നൈസായിട്ട് നല്ല ജുറാസി പാർക്കിൻ്റെ ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട്. ഓക്കെ എടാ ഷിൻജാന്, നിനക്ക് ഈ സ്ഥലം അറിയാമോ? എന്താ ഫ്രാങ്ക്ലിൻ ചേട്ടാ അങ്ങനെ ചോദിച്ചാ? അല്ല, ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ, അത് നിനക്ക് ഓർമ്മയുണ്ടെന്ന് ചെക്ക് ചെയ്താ. ഓ, ഇത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ അല്ലേ? എൻ്റെ ഓർമ്മശക്തിക്ക് ഒരു കുഴപ്പമില്ല. ആഹാ, അത് നല്ല കാര്യം. ഓക്കെ എടാ ഷിൻജാന്, നമുക്കാണെങ്കിൽ ഇന്ന് കുറേ പരിപാടികൾ ചെയ്യാനുണ്ട്. ഫ്രാങ്ക്ലിൻ ചേട്ടാ അങ്ങോട്ട് നോക്ക്, ഒരു വലിയൊരു സ്വിമ്മിംഗ് പൂള്. സ്വിമ്മിംഗ് പൂൾ എവിടെ? സ്വിമ്മിംഗ് പൂള്? എടാ അത് സ്വിമ്മിംഗ് പൂൾ അല്ലടാ വണ്ടാ. പിന്നെ എടാ അതെന്ന് വെച്ചാൽ ഒരു കുളമാണെടാ. ആ കുളത്തിൽ നമുക്ക് ഓഫ് റോഡിങ് ഒക്കെ ചെയ്യാൻ പറ്റും, അതാണ്. ഫ്രാങ്ക്ലിൻ ചേട്ടാ പ്ലീസ് ചേട്ടാ, പ്ലീസ് ചേട്ടാ, ചേട്ടൻ്റെ ചക്കര ഷിൻജാനല്ലേ പറയണം, പ്ലീസ് ചേട്ടാ എന്നെ ഈ ഒരു വെള്ളത്തിലൊന്ന് ഈ ഫോർച്യൂണർ എന്ന് വെച്ചാൽ ഓട്ടിച്ചൊന്ന് കളിപ്പിക്കാൻ തരുമോ? നിൻ്റെ വണ്ടി തരത്തില്ലോ, ഞാൻ വേണമെങ്കിൽ വണ്ടി വെള്ളത്തിലിറക്കാം. ഓ അത് മതി ചേട്ടാ. ഓക്കെ ഗൈസ്, ഫൈനലി ഞങ്ങളങ്ങനെ ഗൈസ് ഈ വണ്ടികളൊക്കെ വെള്ളത്തിലിറക്കാനായിട്ടാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഗൈസ്, നിങ്ങൾക്ക് എല്ലാവരോടെ ഇതിലായിട്ട് ആരെങ്കിലും നമ്മുടെ ഏതാണ് കാർത്തിക് ചേട്ടൻ്റെ ഗ്യാങ്സ്റ്റർ ഗെയിമിംഗ് എന്നുള്ള ഈ ഒരു ചാനലിൽ കണക്ക് ഇതിലായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോഴും തന്നെ എന്തായാലും പോയി സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യുക. ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോഴും തന്നെ എന്തായാലും പോയി ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഷെയർ ചെയ്യാത്തതുണ്ടെങ്കിൽ ഇപ്പോഴും തന്നെ പോയി എന്തായാലും ഷെയർ ചെയ്യുക. പിന്നെ കമൻസും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉടനെ തന്നെ ഇടണേ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഒരു കമൻറ്റും പിന്നെ ഒരു കമൻറ്റും കൂടെ ഇട്ടൊരു കേസ്. ഓക്കെ എന്നെന്ന് ഉദ്ദേശിച്ചാൽ ഷിൻജാനാണ്. ഓക്കെ എന്നെ, അതായത് ഈ ഷിൻജാൻ എന്നുള്ള ഈ എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒരു കമൻ്റ് അടിച്ചിട്ട് ഐ ലവ് യു ഷിൻജാൻ എന്നും കൂടെ ഇട്ടിരുന്നാൽ മതി ഗൈസ്. ഓക്കെ ഓ എനിക്ക് നിങ്ങളെയൊക്കെ വളരെ ഇഷ്ടമാണ് ഗൈസ്. ഓക്കെ ഞാനൊരു കുട്ടിയല്ലേ ഗൈസ്. ഓക്കെ എന്ത് പറയാനാണ്. ഓക്കെ ഓക്കെ ഇപ്പം എൻ്റെ പേരാണ് ഷിൻജാൻ. ഓക്കെ എന്നെ ഇഷ്ടമുള്ളവരെല്ലാവരും കമൻ്റൊക്കെ ചെയ്യണം, ലൈക്കൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യണം. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അതേപോലെ തന്നെ നമ്മുടെ ചാനലിലെ നെയിമും കാര്യങ്ങളൊക്കെ എന്തായാലും മാറ്റിയിട്ടുണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ഗ്യാങ്സ്റ്റർ ഗെയിമിംഗ് എന്ന എന്തായാലും പേരും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ലോഗോയ്ക്ക് വേറെ വ്യത്യാസമൊന്നും തന്നെയില്ല, കുറച്ചൊന്ന് കളർ എഡിറ്റ് ചെയ്ത് ആ നടുക്കിലത്തെ ആ GG എന്ന് ആക്കിയിട്ടുണ്ട്, GT മാറ്റിയിട്ടുണ്ട്. ഓക്കെ പിന്നെ നമ്മൾ നെയിം മാറ്റിയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഇനി മുതൽ നമ്മുടെ ചാനൽ ഗ്രാൻഡ് ടൂർ എന്നല്ല ഗ്യാങ്സ്റ്റർ ഗെയിമിംഗ് എന്നാണ്. ഓക്കെ 40 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മുടെ നെയിമും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നതാണ്. ഓക്കെ ഞാൻ ഇപ്പോഴായിട്ടാണ് സത്യം പറയാൻ മാറ്റിയത് ആ സാധനം. ഓക്കെ ബാക്കിയുള്ള ഐറ്റങ്ങളൊക്കെ മാറിയിട്ട് എന്നാലും ഉണ്ടായിരുന്നുള്ളൂ കേസ്. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ ഓക്കെ എടാ ഷിൻജാനെ, അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഇറക്കിയല്ലേ? ഫ്രാങ്ക്ലിൻ ചേട്ടാ. ഓക്കെ അപ്പോൾ ആരും മറക്കല്ലേ, എന്നെ ഇഷ്ടമുള്ള എല്ലാവരും കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഐ ലവ് യു ഷിൻജാൻ എന്ന് പറഞ്ഞു. ഓക്കെ ഫ്രാങ്ക്ലിൻ ചേട്ടാ നമുക്കിങ്ങനെ വണ്ടി ഇറക്കിയാലോ? എടാ ഷിൻജാനെ ഇത് പണിയാവുമെന്ന് എനിക്ക് ചെറിയ പേടിയുണ്ട്. എന്തൊട്ട് പേടി ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇതൊക്കെ ഒരു രസമല്ലേ? ഇങ്ങനത്തെ രസമൊക്കെ പിന്നെ എപ്പോഴും കിട്ടാൻ, നമ്മളിപ്പോഴേ തന്നെ അങ്ങ് ആഘോഷിച്ച് നമ്മൾ അടിപൊളിയായിട്ടാണ് നിൽക്കാൻ. അത് നീ പറഞ്ഞ ശരി തന്നെ. എന്നാലും കുഴപ്പമില്ല. എൻ്റെ അപ്പോ വണ്ടി പോണോക്ക്. എടാ ഷിൻജാനെ കുറച്ചുകൂടെ അങ്ങ് ഇറക്കിയാലാ? ഫ്രാങ്ക്ലിൻ ചേട്ടാ. എടാ ഷിൻജാനെ പിടിച്ചിരുന്നോ, വണ്ടി വിൽക്കാറ് മുങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ മോനെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇതെന്താടി? എൻ്റെ അമ്മേ, വണ്ടി ഫുള്ള് മുങ്ങിപ്പോയല്ലോ ഫ്രാങ്ക്ലിൻ ചേട്ടാ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നമുക്കിപ്പോൾ നൈസായിട്ട് ജുറാസി പാർക്കിൽ കയറാം. അതെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇതിൻ്റെ അത് ഡൈനോസറൊക്കെ ഉണ്ടാവോ? പിന്നെ അല്ലാതെ നീ ഇവന് എന്തോന്ന് വിചാരിച്ചാ? ഇതിൻ്റെ അത് നിറച്ച് ഡൈനോസറുണ്ട്. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, എനിക്കിപ്പോൾ ചെറുതായിട്ടൊരു പേടിയുണ്ട്. നീ മിണ്ടായിരുന്നാണോ? നീ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ഇനി മിണ്ടിപ്പോലെ. കുഴപ്പങ്ങളൊന്നുമില്ല. അതെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്ക് പിക്നിക്ക് ചെയ്യണ്ടേ? അതൊക്കെ ചെയ്യടേ. ആദ്യം ഇതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ നോക്കട്ടെ. എൻ്റെ ആകുമ്പോൾ ഇതെന്തോടെ മരങ്ങളൊന്നും ഇല്ല ചിലതിടത്ത്. ഇതിൻ്റെ അത് നിറച്ച് ഡൈനോസർ ഉണ്ടായിരിക്കും. ഡൈനോസർ കണ്ടം വഴി ഓടണം, അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, എനിക്കെന്തോ ഒരു പേടി പോലെ തോന്നുന്നു. ഇവിടെ അടുത്ത് എവിടെയോ ഒരു വലിയ ഡൈനോസറുള്ള പോലെ എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യാണ്. എനിക്കും ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ഡൈനോസർ ഇവിടെ എവിടെയോ ഉണ്ടെന്ന്. എടാ ഷിൻജാനെ, നമുക്ക് തിരിച്ചു പോയാലാ? എന്തോന്നാണ് ചേട്ടാ, ചേട്ടന് ഡൈനോസറിനെ പേടിയാണ്. എടാ ഷിൻജാനെ നോക്കടാ, എടാ ഡൈനോസർ. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, വണ്ടി തിരിച്ചോ? എൻ്റെ പൊന്നെ, അയ്യോ അത് നമ്മുടെ പുറകെയാണല്ലോ പറഞ്ഞ. ഫ്രാങ്ക്ലിൻ ചേട്ടാ കത്തിച്ചു വിട്ടോ.
അയ്യോ ഗായ്സ്, നിങ്ങൾ ഈ ഷിൻചാനെ ഒന്ന് രക്ഷിക്കുക ഗായ്സ്. അയ്യോ, ഒരു ഡൈനോസർ നമ്മളെ ഫോളോ ചെയ്യണേ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്ക് അതിനിട്ടൊരു പണി കൊടുത്താലോ? നമുക്ക് അതിനെ വട്ടം കറക്കിയാലോ? അതിനെന്താ ഷിൻചാനെ? അയ്യോ, ഡൈനോസർ അവിടെ പോയി. എൻ്റെ പൊന്നെ, മിസ്റ്റർ ഡൈനോ. എടാ ഡൈനോസറേ വാടാ, നീയൊക്കെ ഒരു ഡൈനോസർ തന്നെയാടേ. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, വണ്ടി കത്തിച്ചിട്. ദൈവമേ, അത് നമ്മളെ ബാക്കിയാണ്. ഫ്രാങ്ക്ലിൻ ചേട്ടാ കത്തിച്ചിട്. എൻ്റെ അമ്മ, എൻ്റെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, എനിക്ക് പേടിയാവണേ. ദൈവമേ, അവിടെ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് രണ്ട് ഡൈനോസർ ആണ്. എൻ്റെ ഫ്രാങ്ക്ലിൻ ചേട്ടാ കത്തിച്ചിട്, അല്ലെങ്കിൽ നമ്മളത് പപ്പടം പോലെ പൊളിക്കും. ഫ്രാങ്ക്ലിൻ ചേട്ടാ പെട്ടെന്ന് വണ്ടി കത്തിച്ചിട്. ഫ്രാങ്ക്ലിൻ ചേട്ടാ പെട്ടെന്ന് വണ്ടി കത്തിച്ചിട്. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ പെട്ടെന്ന് വെളിയിലിറങ്ങുക, അല്ലെങ്കിൽ ഡൈനോസർ നമ്മളെ എടുത്തിട്ടിടിക്കും. എടാ ഷിൻചാനെ കരയാതേടാ. ഓ, ഡോറ് തുറക്ക്. ഓ, എൻ്റെ ആമ്പോ, എങ്ങനെയോ രക്ഷപ്പെട്ട് ഗായ്സ്. ഒന്നും പറയണ്ട, നല്ല കാര്യം. അയ്യോ, നമുക്കിവിടെ വണ്ടി കുറച്ചു നേരം നിർത്തിയിട്ട് എന്തെങ്കിലും പിക്നിക്കും എല്ലാം ചെയ്യാം. അതാണ് ഇനി നല്ല. ഓക്കെ ഗായ്സ്, അപ്പൊ ഇത് ഞാനാണ് ഗൈസ്, ഷിൻചാനാണ് ഗൈസ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നെ ഇഷ്ടമുള്ളവരെല്ലാവരും ഐ ലവ് യു ഷിൻചാൻ എന്ന് പറഞ്ഞിടണം ഗൈസ്. ഓക്കെ, എനിക്ക് അപ്പോഴെങ്കിലും ഗൈസ് കുറേ സന്തോഷം കാര്യങ്ങളൊക്കെ തോന്നും ഗൈസ്. ഞാൻ എല്ലാവരുടെയും ചക്കര ഷിൻചാൻ അല്ല ഗൈസ്. ഓക്കെ, ഓ എൻ്റെ പേരാണ് ഷിൻചാൻ. ഫ്രാങ്ക്ലിൻ ചേട്ടനോട് പോയി. എടാ ഷിൻചാനെ, ഞാനോട് ഉണ്ടാ, നീ വെള്ളത്തിൽ നീന്തി കളിച്ചോ? എൻ്റെ പൊന്നെ ഗായ്സ്, ഒന്നും പറയണ്ട. നമ്മുടെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ താണ്ട വണ്ടി താണ്ട് ഇവിടെ കൊണ്ട് ഇറക്കിയിട്ട്. ഫ്രാങ്ക്ലിൻ ചേട്ടൻ താണ്ട അവിടെ സൈഡിൽ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയിൽ ഡ്രോൺ ഇരിക്കുകയാണ്. എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട്, ഈ ഡ്രോൺ വെച്ച് നമ്മുടെ ജുറാസി പാർക്കിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഫ്രാങ്ക്ലിൻ ചേട്ടനോടൊന്ന് സംസാരിച്ച് നോക്കാം. ഓക്കെ, അല്ലാതെ ഈ കുട്ടി ഷിൻചാനൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, നമ്മുടെ ഏതാണ് ഫോർച്യൂണറൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യാം ഗൈസ്. നമുക്കെന്തായാലും നൈസായിട്ട് എന്തായാലും ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. അതെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, എന്താടാ ഷിൻചാനെ? ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഒരു മിനിറ്റ്, ഞാൻ ഓടി വരട്ടെ. ഫ്രാങ്ക്ലിൻ ചേട്ടാ വെയിറ്റ്. എന്താടാ ഷിൻചാനെ, കാര്യം പറ. അതെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്കാണെങ്കിലല്ലേ ഒരു കാര്യം ചെയ്താലാ? എന്താണ് കാര്യം? ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമ്മുടെ വണ്ടിയുടെ അകത്ത് ഡ്രോണൊക്കെ ഇരിക്കുകയല്ലേ? ആ, നമുക്കല്ലേ ആ ഡ്രോൺ വെച്ച് നമുക്ക് നൈസായിട്ട് നൈസായിട്ട് ആ ഡ്രോണൊക്കെ വെച്ച് നമ്മുടെ ഈ ജുറാസി പാർക്കിൻ്റെ അകത്ത് കുറേ വീഡിയോസൊക്കെ ഇട്ട് നമ്മുടെ ഏതാണ് ഗ്യാങ്സ്റ്റർ ഗെയിമിംഗ് എന്നുള്ള ചാനലിൽ അങ്ങ് അപ്ലോഡ് ചെയ്താലാ ചേട്ടാ, ട്രാവലിംഗ് വീഡിയോ പോലെ. ഓ, അത് നീ പറഞ്ഞ ശരിയാണോടാ ഷിൻചാനെ, പക്ഷെ അത് വേണോ? ചിലപ്പോൾ നമ്മുടെ ഡ്രോണിനെ ഡൈനോസർ എങ്ങനെ അടിച്ചിട്ടാലാ? ആരടിക്കേ നമ്മുടെ ഡ്രോണ്? എന്തൊക്കെയാണ് ചേട്ടൻ പറയണ? ചേട്ടാ, നമുക്കെന്നാ ഡ്രോണ് പറത്തിയാലാ? പിന്നെ എന്താ ഷിൻചാൻ പറയണത് ഞാൻ കേൾക്കും. അപ്പോൾ ഗൈസ്, അടുത്ത് നിങ്ങൾ കാണാനായിട്ടാണ് ഡ്രോൺ വിഷ്വൽസ് ആണ്. അപ്പം ലെറ്റ്സ് ഗോ. Baby, read the fine print. I've got baggage and it's all Gucci. Don't get too attached to me. Everybody act like the answer. One love like in the movies. Wasting precious time assuming. What we made to fall. No, I'm not lonely with solo and solely exploring what I need. Cause dozens of times I swear that I knew when the wisdom was scanty. Doesn't mean I was broken, so open I gave until empty. Got it all back by myself, now nobody can tempt me. If I turn her off, breathing, embracing on. Can't keep making exits from the pressure. Lessons after lessons at the question means clearing this. ഓക്കെ ഗായ്സ്, അങ്ങനെ ഫൈനലി ഗൈസ് നിങ്ങൾ എല്ലാവരും ആ ഒരു ഡ്രോൺ വെച്ചിട്ടുള്ള ഒരു കിടുക്കാച്ചായിട്ടുള്ള ജുറാസി പാർക്കിൻ്റെ വീഡിയോസ് നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. എന്നിട്ടാണെങ്കിൽ ഞാൻ ഷിൻചാനും കൂടെ നമ്മൾ കൊണ്ടുവന്ന ഫുഡെല്ലാം കഴിച്ച് നിൽക്കുകയാണ്. നമ്മുടെ ഷിൻചാനെ അവിടെ സൈഡിൽ എന്താ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ അകത്ത് ഏതോ ഒരു വലിയ ഡൈനോസറിനെ കണ്ടെന്നാണ്. ഓക്കെ, പക്ഷേ അത് വെളിയിൽ ചാടത്തൊന്നുമില്ല. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഏതാണ് ബാക്കിയിരുന്ന അവർ ബാഗ് കേരളമൊക്കെ നമ്മുടെ വണ്ടിയിൽ എന്തായാലും കയറ്റിയിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച കേസ്. ഓക്കെ,
അതുകൊണ്ട് നമ്മളെ ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആരെങ്കിലും നമ്മുടെ വിഷ്വൽസ് കാണാത്തതിനാണെങ്കിൽ പോയി കാണാം. നമ്മുടെ ജുറാസി പാർക്കിന് നൈസാണ്. ഓക്കെ, എന്തായാലും ഒരു കാര്യം ചെയ്യും, നമുക്ക് നൈസായിട്ട് നമുക്ക് എന്തായാലും തിരിച്ച് പോവാം ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് നമ്മുടെ ഇവിടെ എന്തായാലും പോവാം ഗൈസ്. ഓക്കെ, നമ്മുടെ ഹോട്ടലിലും കാര്യങ്ങളൊക്കെ പോയി. ഇന്ന് നമ്മുടെ വീട്ടിലൊന്നും പോകണില്ല ഗൈസ്. ഓക്കെ, എന്തിനാണ് എപ്പോഴും വീട്ടിൽ പോകണ ഗൈസ്. ഓക്കെ, എനിക്ക് ഒരു ഇതില്ല. ഓക്കെ, നമ്മൾ കുറേ ദിവസം ഗൈസ് ഒരു ഹോട്ടലിലൊക്കെ താമസിച്ചിട്ട്. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്കെന്തായാലും നൈസായിട്ട് ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് നൈസായിട്ട് എന്തായാലും ഷിൻജാൻ ഇവിടെ പോയാൽ എന്തോ ഗൈസ് ഒരു ഐഡിയ തന്നെയില്ല. എടാ ഷിൻജാനെ, ഫ്രാങ്ക്ലിൻ ചേട്ടാ, ചേട്ടാ ഇവിടെ. എടാ ഷിൻജാനെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടറാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ചേട്ടാ ഇങ്ങനെ വണ്ടിയും കൊണ്ടോ? എനിക്കാണെങ്കിൽ നടന്നു വരാൻ വയ്യ. എടാ എന്തോണെടാ, ഇത് വലിയ കഷ്ടമായി പോയേ. എന്താണ് ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞാൻ ചേട്ടൻ്റെ അനിയനെ പോലെയല്ലേ? ഓടാ, നീ എൻ്റെ അനിയനൊക്കെ തന്നെടാ. ഓക്കെ, അതേപോലെ തന്നെ ഷിൻജാൻ പറഞ്ഞ കാര്യം ഇതിനായിട്ട് ആരെങ്കിലും ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ തന്നെ പോയി ചെയ്യാം ഗൈസ്. ഓക്കെ, എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബും ഷെയറും ഇപ്പോഴേ തന്നെ ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ വേറെ അടിപൊളിയാക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അതേപോലെ തന്നെ ഷിൻജാനെ ഇഷ്ടമുള്ളവരെല്ലാവരും ഐ ലവ് യു ഷിൻജാൻ എന്ന് പറയുക എന്തായാലും കമൻറ്റും കാര്യങ്ങളൊക്കെ എന്തായാലും ഇട്ടോ ഗൈസ്. ഓക്കെ ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും പോയി ഷിൻജാനെ ഞങ്ങൾക്ക് പിക്ക് ചെയ്യാം. ഷിൻജാൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, വേറെ സ്ഥലത്തൊന്നും പോയില്ല. ഓക്കെ, ഇവിടെ അടുത്ത് നിൽക്കുകയാണ് ഗൈസ്. ഓക്കെ, എടാ ഷിൻജാനെ ഒന്ന് വണ്ടി കയറ്. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, സാധനങ്ങളൊക്കെ എടുത്ത കാത്തു വെച്ചാ. ഓ, ഇനി നമുക്ക് നേരെ നമ്മുടെ ഇവിടെ പോവാം, ഹോട്ടലിൽ പോവാം. ഓക്കെ ഓക്കെ, നമ്മുടെ ഷിൻജാനങ്ങളൊക്കെ ഫൈനലി വണ്ടി കയറി. നമ്മുടെ ട്രിപ്പ് നമ്മളങ്ങനെ ഫൈനലി നമ്മളങ്ങനെ എൻഡ് ചെയ്തേക്കാണ്. ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്ക് നാളെയും കൂടെ എവിടെയെങ്കിലും പോയാലേ? എവിടെ പോയേ? നോക്കട്ടെ, കാണാൻ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഭയങ്കര മടിയുടെ അതുകൊണ്ട്. ഓക്കെ, നമ്മുടെ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഏകദേശം ഇവിടെ അടുത്ത് കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ കമ്പനിയില്ലേ, കമ്പനിയുടെ ഏകദേശം ഒരു ബാക്ക് സൈഡിലൊക്കെ ആയിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്ത ഒരു ഇത് കാര്യങ്ങളൊക്കെ ഉണ്ട്. റിസോർട്ടല്ല, ഒരു ഇതാണ് കേസ്. ഓക്കെ, ഒരു വലിയൊരു ഫ്ലാറ്റ് പോലത്തെ ഒരു സംഭവമാണ്. ഓക്കെ, ഹോട്ടൽ. ഓക്കെ, ഇതാണ് ഹോട്ടൽ. ഓക്കെ, ഇതിനൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഓക്കെ, അതങ്ങ് അറ്റത്തും തോന്നുന്നതാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ വേറെ വണ്ടികളൊന്നും തന്നെയല്ല. നമുക്ക് ഒരു കാര്യം ചെയ്തു, ഇവിടെ ഷിൻജാൻ ഒരു കാര്യം ചെയ്യും, നമുക്കാണെങ്കിലല്ലേ ഈ ഗ്യാപ്പിലായിട്ട് ഇവിടെ പാർക്ക് ചെയ്താലേ വണ്ടി. ഫ്രാങ്ക്ലിൻ ചേട്ടാ, അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ വണ്ടി ആരെങ്കിലും എടുത്തോണ്ട് പോയാലേ? അങ്ങനെ എടുക്കാൻ വഴിയില്ല. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഒരു കാര്യം ചെയ്യ്, തൊട്ടപ്പുറത്തുള്ള ഒരു വലിയൊരു ഹോസ്പിറ്റലില്ല, ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് കുറേ പാർക്കിംഗ് ഏരിയയുടെ സ്ലോട്ട് ഉണ്ടല്ലോ, അവിടെ കൊണ്ടിടാം. അവിടെ ആകുമ്പോൾ സ്ഥലമുണ്ട്. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇവിടെ ഇട്ടിരിക്കാം. അത് തന്നെടാ ഷിൻജാനെ. ഓക്കെ, നമുക്കെന്തായാലും നേരെ എന്തായാലും പോവാം. ഓക്കെ ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള കേസ് അവിടെ ഇന്നത്തെ ഒരു വീഡിയോയും കാര്യങ്ങളും. ഓക്കെ, നമ്മളെന്തായാലും നാളെ എന്തായാലും ഒരു കിഡിലും വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ഇതിനായിട്ട് നമ്മുടെ ചാനൽ ഇതിനായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്തോളാം. ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ വീഡിയോസ് എപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആകുന്നതാണ്. അപ്പോൾ പുതിയൊരു കിഡിലും വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.